മോർണിംഗ് ഗൈസ്, വെൽക്കം ടു വരാന്ത റേസ് യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ശ്രുതി. നമ്മളിന്ന് കറണ്ട് അഫയേഴ്സ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിപ്പം കാണുന്നത്. രാവിലെ എന്നും 8 മണിക്കായിരിക്കും 7 മണിക്കാണ് നമ്മളുടെ വീഡിയോ വരാറുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസമായിട്ട് നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ്. ഫെബ് മന്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മാർച്ചിലാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിനകത്ത് അല്ലെങ്കിൽ ഇന്ന് എന്തെല്ലാം പ്രധാന വാർത്തകളാണ് അല്ലെങ്കിൽ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എന്തെല്ലാം പ്രധാനപ്പെട്ട കണ്ടന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പം ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമുക്ക് ആദ്യത്തെ ന്യൂസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒരു സ്റ്റാച്ചുവിൻ്റെ ഇനോഗ്രേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരു സ്റ്റാച്ചു ആസാമിൽ ലജിത് ബോർഫുഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രീഡം ഫൈറ്ററാണ്. ഫ്രീഡം ഫൈറ്ററുള്ള അവിടുത്തെ ഒരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് അൺവീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അതിൻ്റെ സ്പെഷ്യാലിറ്റിയും പിന്നെ എന്തുകൊണ്ടാണ് അത് സ്പെഷ്യൽ ആയിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ആദ്യത്തെ ന്യൂസിനകത്ത് നോക്കുന്നത്. അപ്പോൾ സ്ഥലം മറക്കണ്ട, ആസാമിലാണ് ഈ പറഞ്ഞ ലജിത് ബോർഫുഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ സ്റ്റാച്ചു വന്നേക്കുന്നത്. ഓക്കെ, അത് അൺവീൽ ചെയ്തിട്ടുള്ളത് ആരാണ്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഓക്കെ, ഇനി ഈ സ്റ്റാച്ചുവിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. 125 ഫീറ്റ് ആണ് ഇതിൻ്റെ ഹൈറ്റ് വന്നത്. ബ്രോൺസ് സ്റ്റാച്ചു ആണ്. ഓക്കെ, വെങ്കലത്താൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റാച്ചു ആണ്. 125 ഫീറ്റ് ആണ് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് വന്നിട്ട്. ഓക്കെ, ഈ പറയുന്ന ലജിത് ബോർഫുഖാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന അഹോം ഡൈനാസ്റ്റി പെട്ട് അതിലുള്ള ഒരു ഫേമസ് ഫൈറ്ററാണ്. ഓക്കെ, അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ SSCക്കൊക്കെ പഠിക്കാനുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ ആസാമിലാണ് ലജിത് ബോർഫുഖാൻ്റെ ഈ പറയുന്ന സ്റ്റാച്ചു വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പെഡസ്റ്റൽ ഹൈറ്റ് വന്നിട്ട് 41 ഫീറ്റും അതുപോലെ തന്നെ സ്റ്റാച്ചു ഹൈറ്റ് മാത്രമാണ് 84 ഫീറ്റും. അങ്ങനെയാണ് മൊത്തത്തിൽ 125 ഫീറ്റ് ഹൈറ്റ് വരുന്നത്. ഓക്കെ, പിന്നീട് എന്താ പറഞ്ഞേക്കുന്നത്? ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ 2022 ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വന്നിട്ട് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദ് ആയിരുന്നു ഈ പറയുന്ന സ്റ്റാച്ചുവിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ 2022 ഫെബ്രുവരിയിൽ ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2024 ആയപ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് അൺവീൽ ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്ന സ്റ്റേജ് ആയിട്ടുണ്ടായിരുന്നു. ഇനോഗ്രേഷന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആയിരുന്നു. ഇനി സ്റ്റാച്ചുവിനെ പറ്റി പറയുവാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് 125 ഫീറ്റ് ആണ്. ഓക്കെ, അതിൻ്റെ പെഡസ്റ്റൽ ഹൈറ്റ് വന്നിട്ട് 41 ഫീറ്റും സ്റ്റാച്ചുവിന് മാത്രം ഉള്ള ഹൈറ്റ് വന്നിട്ട് എത്രയായിരുന്നു? 84 ഫീറ്റും ആയിരുന്നു. അങ്ങനെയാണ് ഇൻ ടോട്ടൽ 125 ഫീറ്റ് ആയിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ സ്റ്റാച്ചു ഒരു ബ്രോൺസ് സ്റ്റാച്ചു ആണ്. ഓക്കെ, ഇനി നമുക്ക് ലജിത് ബോർഫുഖാനെ പറ്റിയിട്ട് കൂടുതൽ നോക്കാം. അദ്ദേഹം ഒരു ആർമി കമാൻഡർ ആയിരുന്നു. അഹം കിങ്ഡത്തിൽ ഒരു ആർമി കമാൻഡർ ആയിരുന്നു. ഡ്യൂറേഷൻ അല്ലെങ്കിൽ ടൈം പീരീഡ് നോക്കുവാണെങ്കിൽ 1228 തൊട്ട് 1826 ഈ അഹം കിങ്ഡം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലുള്ള ഒരു ആർമി കമാൻഡറാണ് ഈ ലജിത് ബോർഫുഖാൻ. ഓക്കെ, അദ്ദേഹത്തെ പറ്റി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് മുഗൾ ഫോഴ്സസിൻ്റെ അല്ലെങ്കിൽ ആസാം പിടിച്ചെടുക്കാൻ വേണ്ടി ആസാമിൻ്റെ കൺട്രോള് മുഗൾ വംശ കിങ്ഡത്തിൽ നിന്ന് എന്താ പറയുക പ്രിവെൻറ്റ് ചെയ്തത് ഈ പറയുന്ന ലജിത് ബോർഫുഖാൻ്റെ ആർമി. ലജിത് ബോർഫുഖാൻ മുന്നിൽ നയിച്ചിട്ടുണ്ടായിരുന്ന ആർമിയാണ് മുഗൾ ഫോഴ്സസിൽ നിന്ന് ആസാമിനെ കൺട്രോള് തിരിച്ചെടുക്കാൻ സാധിച്ചത്. ഓക്കെ, അപ്പം 1671 ബാറ്റിൽ ഓഫ് സറൈഘട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബാറ്റിൽ നിന്നാണ് ഈ പറയുന്ന ലജിത് ബോർഫുഖാൻ ഇവരുടെ വാർ അല്ലെങ്കിൽ ആ ഒരു ബാറ്റിൽ നയിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ വർഷം 1671 ബാറ്റിൽ ഓഫ് സറൈഘട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റൊരു കാര്യം, അഹം കിങ്ഡത്തിലെ ആർമി കമാൻഡർ കൂടിയായിരുന്നു ലജിത് ബോർഫുഖാൻ. അദ്ദേഹത്തോടുള്ള ആദരവ് സൂചിപ്പിച്ചിട്ടാണ് ഈ പറയുന്ന ആസാമിൽ ഒരു ബ്രോൺസ് സ്റ്റാച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ന്യൂസ് കൂടെ നോക്കാം. സേല ടണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോകത്തിലേക്ക് തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് ഇപ്പം നിലവിൽ ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ടണലാണ്. ബൈ ടണലാണ്
ഓക്കെ, ഇനി അതിനെ പറ്റിയിട്ട് നോക്കാം. ഇത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലെ തവാങ് ഡിസ്ട്രിക്റ്റിലാണ് ഈ പറയുന്ന സേല ടണൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇനോഗ്രേഷനും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറക്കരുത്, അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലാണ് എന്താ നമ്മുടെ സേല ടണൽ വരുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബഡ്ജറ്റ് നോക്കാം. 825 crore rupees ആണ് ബഡ്ജറ്റിൽ സാങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നീട് ഇതിന് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത് 2019 ഓക്കെ, 2019 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി തന്നെയായിരുന്നു ഈ ടണലിന് ഫൗണ്ടേഷൻ സ്റ്റോൺ പാകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇത് എന്തുകൊണ്ടാണ് ഇത്ര പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, അതായത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബോർഡർ ഉണ്ട്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നാണ് പറയുന്നത്, LAC. അപ്പോൾ ആ ഒരു റീജിയനിലാണ് ഈ പറഞ്ഞ ടണൽ മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു റീജിയനിലാണ് ഈ ടണൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സേല ടണലിനെ സംബന്ധിച്ചിട്ട് നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ട കാര്യങ്ങൾ. പിന്നീട് ഈ ടണലിൻ്റെ ഇത് പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു, വേൾഡിലേക്ക് തന്നെ ലോങ്ങസ്റ്റ് ബൈ ടണൽ അല്ലെങ്കിൽ ബൈ ലെയിൻ ടണലാണ്. ഓക്കെ, 2 ടണലാണ് ഈ പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു വലിയ സേല ടണൽ ആവുന്നത്. ഇനി അതിൻ്റെ ലെങ്ത്തിനെ പറ്റി നമ്മൾ പറയാം. അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ട്, 13,000 feet ആണ്. അത്രയും ഹൈറ്റിൽ നിന്നാണ് ഈ പറയുന്ന ടണൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി 2 ടണൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ബൈ ലെയിൻ ടണലാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ടണൽ വന്നിട്ട് 980 meters ലോങ്ങും, അതേപോലെ തന്നെ സെക്കൻഡ് ടണൽ 1.5 kilometer ലോങ്ങും നിൽക്കുന്ന ഒരു ബൈലൈൻ ടണലാണ് ഈ പറഞ്ഞ സേല ടണൽ. എവിടെ സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലെ തവങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് 825 കോടി രൂപയാണ് ഈ പറഞ്ഞ ടണൽ കൺസ്ട്രക്ട് ചെയ്യാൻ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ 2019 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ടായിരുന്നു. 2024 ആയപ്പോഴത്തേക്ക് ഇതിന് ഇനോഗ്രേഷനും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇതിൻ്റെ ലൊക്കേഷനും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, അതായത് ഇന്ത്യയുടെ ടെറിട്ടറിയും ചൈനയുടെ ടെറിട്ടറിയും തമ്മിലുള്ള ആ ഒരു ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ പറയുന്ന സേല ടണൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് 13,000 feet പൊക്കത്തിലാണ്, അല്ലെങ്കിൽ അത്രയും 13,000 feet ഓൾട്ടിറ്റ്യൂഡിലാണ് ഈ ഒരു ബൈലൈൻ ടണൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ടണൽ എന്ന് പറയുന്നത് വേൾഡിലേക്ക് തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ബൈലൈൻ ടണലാണ്. അപ്പം 2 ടണലാണ് ബൈലൈൻ ടണൽ എന്ന് പറയുമ്പോൾ 2 ടണലുണ്ട്. അതിൽ ആദ്യത്തെ ടണലിൻ്റെ ലെങ്ത് വന്നിട്ട് 980 meters, സെക്കൻഡ് ടണലിൻ്റെ ലെങ്ത് വന്നിട്ട് 1.5 kilometer ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ, ചെറിയ പോയിന്റ് കൂടെ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഈ ടണൽ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ ഏത് മെത്തേഡ് വെച്ചിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നതും കൂടെ നോക്കാം. ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ്. ഓക്കെ, NATM, ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ബൈലൈൻ ടണൽ, വേൾഡിലേക്ക് തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ബൈലൈൻ ടണലായിട്ടുള്ള സേല ടണൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തും ചോദിക്കത്തുള്ളൂ. ഇതിനപ്പുറത്തേക്കൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്. ഓക്കെ, ഇത് മാക്സിമം നമ്മൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സേല ടണൽ കാണണ്ടേ? ഇതാണ് വേൾഡിലേക്ക് തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ബൈലൈൻ ടണൽ. ഓക്കെ, പേര് മറക്കരുത്, സേല ടണൽ. എവിടെ സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശിലെ തവങ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റിൽ. ഓക്കെ, അടുത്ത നോക്കാം. ഒരു സ്കീമാണ്, സ്കീം ന്യൂസിനകത്ത് വരുന്നതാണ്. ഉന്നതി എന്ന് പറയുന്ന ഒരു സ്കീം റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് സ്റ്റേറ്റിലാണ് ലോഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് ലോഞ്ച് ചെയ്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഉന്നതി എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഇനി ഉന്നതിയുടെ ഫുൾ ഫോം നോക്കാം. ഉത്തർ പൂർവ്വ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്കീമാണ് ഉന്നതിയുടെ ഫുൾ ഫോം വന്നിട്ട്. ഓക്കെ, അപ്പം ആ പേരിനകത്തും നിങ്ങൾക്ക് എന്തെന്ന് മനസ്സിലാവും, ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്കീമാണ്. അതായത് ആ ഒരു സ്ഥലത്തെ, ഏത് സ്ഥലത്താണോ ഇത് ലോഞ്ച് ചെയ്യുന്നത് അവിടുത്തെ ഇൻഡസ്ട്രിയലൈസേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ പറയുന്ന ഉന്നതി എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം ഇറക്കിയിട്ടുള്ളത്. ഉന്നതിയുടെ ഫുൾ ഫോം ഒന്നുകൂടെ ഓർത്തെ, ഉത്തർ പൂർവ്വ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്കീം. ഓക്കെ, ഇനി ഇത് ഏത് സ്ഥലത്താണ്, എവിടത്തേക്കാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്? അതായത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, അതായത് ഈ ആസാം പോലൊക്കെയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, 8 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനെ കവർ ചെയ്തിട്ടാണ് ഇങ്ങനെ ഉന്നതി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് ബഡ്ജറ്റ് അലോക്കേഷൻ എത്രയാണെന്ന് നോക്കാം.
10,037 crore rupees ആണ് 10 വർഷത്തേക്ക് ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഇവരുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യമാണ്? ഉന്നതി എന്ന് പറയുന്ന സ്കീം ആര് ലോഞ്ച് ചെയ്തു? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തു. ഓക്കെ, ഉന്നതിയുടെ ഫുൾ ഫോം ഒന്നുകൂടെ ഓർക്കുക, ഉത്തർ പൂർവ്വ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്കീം എന്നാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ 8 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ്, ആ സ്റ്റേറ്റ്സുകളെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉന്നതി സ്കീം ഇറങ്ങിയിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് ബഡ്ജറ്റ് എത്ര അലോക്കേറ്റ് ചെയ്തേക്കുന്നത്? 10,037 crore rupees ആണ്. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ എയിം ഒക്കെ എന്താണ്? ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് അവർ പോർട്ടൽ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പോർട്ടൽ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടും ട്രാൻസ്പെറൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവർ ഈ പോർട്ടൽ ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഉന്നതിയുടെ എയിമിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അത്രയും 8 സ്റ്റേറ്റുകളിലെ ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, മെയിനായിട്ട് 8 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളാണ്, അവിടുത്തെ ഇൻഡസ്ട്രിയലൈസേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാനും. ഓക്കെ, ഇങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് എന്താ അത്രയും സ്റ്റേറ്റുകളിലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഉന്നതി എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, ഫുൾ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉത്തർ പൂർവ്വ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്കീം. ഓക്കെ, അടുത്ത് നോക്കാം മുംബൈയുടെ കുറച്ച് ന്യൂസാണ്. മുംബൈയിലുള്ള ക്യാബിനറ്റ് അപ്രൂവലും മുംബൈയിൽ എന്തെല്ലാം കുറച്ച് മാറ്റങ്ങളാണ് വരുന്നതെന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് മുംബൈയിലെ 8 റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ, അതിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. അതായത് മുംബൈയിലെ എത്ര റെയിൽവേ സ്റ്റേഷനാണ്? 8 റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് അവർ റീനെയിം ചെയ്യുന്നത്. ഓക്കെ, മാറ്റുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ റെയിൽവേ സ്റ്റേഷനാണെന്ന് നോക്കാം. ഓക്കെ, അതിന് മുന്നേ മഹാരാഷ്ട്രയുടെ മുംബൈ ബേസ് സ്റ്റേറ്റ് മഹാരാഷ്ട്ര ആണല്ലോ, മഹാരാഷ്ട്ര ക്യാബിനറ്റ് അപ്രൂവൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മഹാരാഷ്ട്രയുടെ CM ആരാന്ന് നോക്കാം. മഹാരാഷ്ട്രയുടെ CM ഏക്നാഥ് ഷിൻഡെ ആണ്. അദ്ദേഹമാണ് ഈ പറയുന്ന മീറ്റിംഗ് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 8 റെയിൽവേ സ്റ്റേഷൻ്റെ പേര് റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുത്തെ CM ആയിട്ടുള്ള ആരാണ്? ഏക്നാഥ് ഷിൻഡെ ആണ്. ഓക്കെ, ഇനി ഏതൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് എന്തൊക്കെയായിട്ടാണ് മാറ്റുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കറി റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ലാൽബാഗ് ആക്കും, ലാൽബാഗ്. പിന്നെ സാൻഹസ്റ്റ് റോഡ് ഡോങ്ക്രി എന്നാക്കും. ഓക്കെ, മറൈൻ ലൈൻ എന്നുള്ളത് മുംബാദേവി എന്നാക്കും. ഓക്കെ, കോട്ടൺ ഗ്രീനിൻ്റെ പേര് കാലാ ചൗക്കി നോക്കും. ഓക്കെ, ചർണി റോഡിൻ്റെ പേര്, ഇതെല്ലാം ഓരോ സ്റ്റേഷനാണ്, ഓരോ റെയിൽവേ സ്റ്റേഷനുകളാണ്. റോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഓക്കെ, ചർണി റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഇനി എന്താക്കും? ഗിർഗോൺ എന്നാക്കും. ഓക്കെ, ഡോക്യാർഡ് റോഡിൻ്റെ പേര് മസ്ഗോൺ എന്നാക്കും. പിന്നീട് കിങ് സർക്കിളിൻ്റെ പേര് തീർത്ഥാകർ പർശിവനാഥ് എന്നൊക്കെ. ഓക്കെ, ഇതിപ്പോൾ 7 റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാത്രമേ ഉള്ളൂ. ഇത് അത്ര ഫേമസ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ അല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്കത് കേൾക്കുമ്പം പെട്ടെന്ന് ഓർമ്മ വരാത്തത്. പക്ഷെങ്കിൽ ഒരു ഫേമസ് റെയിൽവേ സ്റ്റേഷൻ്റെ കൂടെ പേര് മാറ്റുന്നുണ്ട്. ഏതാണെന്ന് നോക്കാം. നമ്മുടെ മുംബൈയിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ, ഇനി നമ്മൾ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നല്ല പറയുന്നത്, പകരം അതിൻ്റെ പേര് മാറ്റി എന്താ? നാനാ ജഗന്നാഥ് ശങ്കർ ഷേത് സ്റ്റേഷൻ എന്നാക്കി. ഓക്കെ, എന്താ? നാനാ ജഗന്നാഥ് ശങ്കർ ഷേത് സ്റ്റേഷൻ. ഓക്കെ, ഇതെന്തായാലും എക്സാമിന് ചോദിക്കും. ഓക്കെ, സ്റ്റേറ്റ് ന്യൂസിനകത്ത് വരുന്നതാണ്, പക്ഷെങ്കിൽ ഇങ്ങനെ റീനെയിമിംഗ് ഒക്കെ സാധാരണ എക്സാമിന് കണ്ടുവരുന്നതാണ്. അപ്പം എന്താ നമ്മൾ പറഞ്ഞു വന്നേക്കുന്നത്? മഹാരാഷ്ട്ര ക്യാബിനറ്റ് അപ്രൂവലിൽ എന്ത് കാര്യമാണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്? ആ സ്റ്റേറ്റിലെ 8 റെയിൽവേ സ്റ്റേഷൻ്റെ പേര് അവർ മാറ്റുന്നുണ്ട്, റീനെയിം ചെയ്യുവാണ്. അങ്ങനെ 7 എണ്ണത്തിൻ്റെ പേരാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞ് വെറുതെ ലാഗ് ആക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഇനി 8ാമത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ പേര് എന്തായിട്ടാണ് മാറ്റിയേക്കുന്നത്? നാനാ ജഗന്നാഥ് ശങ്കർ ഷേത് സ്റ്റേഷൻ എന്നാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തായിരിക്കും? ഈ ഒരു പ്രപ്പോസൽ, ഈ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് ഒക്കെ റെയിൽവേ മിനിസ്ട്രിക്കാണ് ഈ ഒരു പ്രപ്പോസൽ അവർ അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഈ റീനെയിമിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ നോക്കണം. ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേര് അതും ഇനി മാറ്റുക. ഓക്കെ, അതായത് അഹമ്മദ് നഗർ എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട് മഹാരാഷ്ട്രയിൽ. ആ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് ഇനി തൊട്ട് അഹല്യ നഗർ എന്നാക്കും.
ഓക്കെ, അതായത് ഒരു മറാഠ ക്വീൻ ഉണ്ടായിരുന്നു, രാജകുമാരി ഉണ്ടായിരുന്നു, അഹല്യാബായ് ഹോൾക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മറാഠ ക്വീനിനെ അവരോടുള്ളൊരു ഓണർ കാണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അഹമ്മദ് നഗർ എന്നുള്ള സ്റ്റേറ്റിൻ്റെ പേര് എന്താക്കി, അഹല്യ നഗർ എന്നുള്ള പേരാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മഹാരാഷ്ട്ര ക്യാബിനറ്റ് അപ്രൂവലിൽ വന്നിട്ടുള്ള കുറച്ച് ഭേദഗതികളൊക്കെ. ഇനി മറ്റൊരു കാര്യം കൂടെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ 2.5 ഏക്കർ ലാൻഡ്, അതായത് 2.5 ഏക്കർ സ്ഥലം ആര് വാങ്ങി, മഹാരാഷ്ട്ര ഗവൺമെൻറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് മഹാരാഷ്ട്ര ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മഹാരാഷ്ട്ര ജമ്മു ആൻഡ് കാശ്മീരിലെ 2.5 ഏക്കർ ലാൻഡ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പർച്ചേസിങ്ങിനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ജമ്മു ആൻഡ് കാശ്മീരിലെ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ആരാണ്, മഹാരാഷ്ട്രയാണ്. മറക്കരുത്, ജമ്മു ആൻഡ് കാശ്മീരിലെ 2.5 ഏക്കർ ലാൻഡ് മഹാരാഷ്ട്ര ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്ര പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ അപ്രൂവൽ ഇപ്പോൾ ഈ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ സാങ്ഷൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ ഇത്ര ഒരു സ്ഥലം ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ ഒരു സ്റ്റേറ്റ് ഇതുവരെ വന്നിട്ടില്ല. ആദ്യമായിട്ട് ഈ പർച്ചേസിങ് നടത്തുന്ന സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. മറക്കരുത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യാനുള്ള ഒറ്റ പോയിന്റ് പോലും ഇല്ല. എല്ലാം അത്രയും നിങ്ങൾക്ക് ന്യൂസ് കാണുമ്പോൾ മനസ്സിലാവില്ല ഇതിൻ്റെ പ്രാധാന്യം എത്രയാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ന്യൂസ് നോക്കാം. തെലങ്കാനയിലെ ഒരു നല്ലൊരു ന്യൂസാണ് വന്നിട്ടുള്ളത്. തെലങ്കാനയുടെ CM ആരാണ്, അൻമുല രവന്ത് എന്ന് പറയും. ഓക്കെ, അൻമുല രവന്ത് റെഡ്ഡിയാണ് തെലങ്കാനയുടെ CM. ഓക്കെ, അദ്ദേഹം പുതിയതായിട്ട് ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഹൗസിംഗ് സ്കീമാണ്, ഹൗസിംഗ് സ്കീമാണ് തെലങ്കാന CM ആയിട്ടുള്ള അൻമുല രവന്ത് റെഡ്ഡി ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമിൻ്റെ പേര് നോക്കാം, ഇന്ദിരാമ ഇന്ദ്ലു ഹൗസിംഗ് സ്കീം. ഓക്കെ, ഇന്ദിരാമ ഇന്ദ്ലു ഹൗസിംഗ് സ്കീം. ഇത് നിങ്ങൾ ഓർത്ത് വെക്കാൻ നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ ഒരു ക്ലൂ തരാം. അതായത് നിങ്ങൾ ഇഗ്ലു കേട്ടിട്ടുണ്ടോ, ഇഗ്ലു ഹൗസ്. അതായത് എന്താ ഈ മഞ്ഞൊക്കെ ഉള്ള നാട്ടിൽ, മഞ്ഞൊക്കെ ഉള്ള സ്ഥലത്തുള്ള ഒരു ഹൗസ് പോലത്തെ ഒരു ഇഗ്ലു ഹൗസ് എല്ലാവർക്കും അറിയത്തില്ല. അപ്പോൾ ഇഗ്ലു എന്നുള്ള വാക്കിന് സാമ്യമുള്ളതല്ലേ ഇന്ദ്ലു. ഓക്കെ, ഇഗ്ലുവും ഇന്ദ്ലു കേൾക്കുമ്പോൾ എന്തോ ഒരു സാമ്യതയില്ലേ. അപ്പം ഇഗ്ലു എന്ന് പറയുന്ന ഒരു ഹൗസാണ്. ഓക്കെ, അപ്പം ഇന്ദിരാമ ഇന്ദ്ലു എന്ന് പറയുന്നത് എന്താ, ഒരു ഹൗസിംഗ് സ്കീമാണ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ തെലങ്കാനയുടെ CM ആരാന്ന് നോക്കാം, അൻമുല രവന്ത് റെഡ്ഡി. അദ്ദേഹം ലോഞ്ച് ചെയ്തിട്ടുള്ള റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഹൗസിംഗ് സ്കീം ഏതാണ്, ഇന്ദിരാമ ഇന്ദ്ലു ഹൗസിംഗ് സ്കീം. ഓക്കെ, ഇനി ഇതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ നോക്കാം. അതായത് BPL കാർഡ് ഹോൾഡർ, അത് തെലങ്കാനയിലുള്ള BPL കാർഡ് ഹോൾഡേഴ്സും അല്ലെങ്കിൽ ഈ പുവർ ലൈനിലൊക്കെ നിൽക്കുന്ന ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്കും അങ്ങനത്തെ ആൾക്കാർക്കാണ് ബേസിക്കായിട്ട് ഈ ഒരു ഹൗസിംഗ് സ്കീം ഫോക്കസ് ചെയ്തേക്കുന്നത്. അവർക്കൊക്കെ വീട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് ഇന്ദിരാമ ഇന്ദ്ലു ഹൗസിംഗ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ബോഡി ഇതെന്ന് നോക്കാം. തെലങ്കാന സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ പറയുന്ന സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ലോഞ്ച് ചെയ്തത് തെലങ്കാന CM ആണെങ്കിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് തെലങ്കാന സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിട്ടുള്ള TSHCL ആണ്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഫിഗർ ഒന്ന് നോക്കിയേ. ഇതാണ് തെലങ്കാനയുടെ CM ആയിട്ടുള്ള അനുമൂല രവന്ത് റെഡ്ഡി. ഓക്കെ, പിന്നീട് എന്താ കാണിച്ചേക്കുന്നത്, ഒരു ഹൗസാണ് കയ്യിലിരിക്കുന്നത് അല്ലേ. അപ്പം ഹൗസിംഗ് സ്കീം. ഓക്കെ, അപ്പം ഈ ഇത്രയും കാര്യങ്ങളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിഗർ ചെയ്തേ. ഓക്കെ, അപ്പോൾ മറക്കത്തില്ല. ഓക്കെ, ഇനി എന്താ ഇതിന് ഓർത്ത് വെക്കാനുള്ളൊരു ഹിന്റ് എന്തായിരുന്നു, ഇന്ദ്ലു എന്ന് പറയുന്നത് നമ്മളെന്താ ഇഗ്ലു എന്ന് പറയുന്നതിന് തുല്യമാണ് ഇന്ദ്ലു എന്ന് പറയുന്നത്. അപ്പം ഇന്ദിരാമ ഇന്ദ്ലു എന്ന് പറയുന്നത് ഒരു ഹൗസിംഗ് സ്കീമാണ്, മറക്കരുതേ. തെലങ്കാനയെ പറ്റിയിട്ടുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. CMൻ്റെ പേര് നമ്മളിപ്പോൾ പഠിച്ചല്ലോ, എന്തായിരുന്നു, അൻമുല രവന്ത് റെഡ്ഡി. ഇനി ഗവർണർ കൂടി നോക്കാം. ഡോക്ടർ തമിലിസൈ സൗന്ദരരാജനാണ് തെലങ്കാനയുടെ ഗവർണർ. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ പഠിക്കണം. പക്ഷേ ആരാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്, SSCക്കും റെയിൽവേക്കും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് ഈ ടോപ്പിക്ക്, ഈ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ നോക്കാം, തെലങ്കാനയിലെ നാഷണൽ പാർക്ക് ഏതൊക്കെയാണ്, മൃഗവാണി നാഷണൽ പാർക്കാണ് തെലങ്കാനയുടെ നാഷണൽ പാർക്ക്. ഇനി വൈൽഡ് ലൈഫ് സാങ്ച്വറീസോ, പൊച്ചാരം വൈൽഡ് ലൈഫ് സാങ്ച്വറിയും പിന്നെ മഞ്ചീറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമാണ് തെലങ്കാനയിലുള്ള 2 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുത്തെ സ്കീമിനെ പറ്റി പറഞ്ഞു, അവിടുത്തെ CM ആരാണ്, ഗവർണർ ആരാണ്, നാഷണൽ പാർക്ക് എന്തൊക്കെയാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസും എത്ര എണ്ണം ഉണ്ട്, ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് കിടക്കാം. അടുത്തത്
അനുരാഗ് സിംഗ് താക്കൂർ യൂണിയൻ മിനിസ്റ്ററാണ്, അതായത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ സ്പോർട്സിൻ്റെയും യൂണിയൻ മിനിസ്റ്ററാണ് അനുരാഗ് സിംഗ് താക്കൂർ. അദ്ദേഹം പുതുതായിട്ടൊരു ബുക്ക് അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ റീസെൻ്റായിട്ട് ന്യൂസിനകത്ത് കാണുന്നതാണല്ലോ ഈ പറഞ്ഞ ഹമാസും പിന്നെ അതുപോലെ ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ യുദ്ധം ബേസ് ചെയ്തിട്ട് ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. വിശാൽ പാണ്ഡെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്ററാണ് ഈ ബുക്ക് ഇറക്കിയിട്ടുള്ള. ബുക്കിൻ്റെ പേര് ഇസ്രയേൽ വാർ ഡയറി. ഓക്കെ, ഇസ്രയേൽ വാർ ഡയറി. ഇതെന്താണ് ഈ ബുക്കിനകത്ത് മെയിനായിട്ട് പ്രതിപാദിക്കുന്നത്? എന്താണ്? ഇസ്രയേലും ഹമാസും തമ്മിലുള്ള, ഹമാസിൻ്റെ ഫുൾ ഫോം അറിയാലോ, ഹറാക്കത്ത് അൽ മുക്കാവമ അൽ ഇസ്ലാമിയ. അത് വേണ്ട, ഹമാസ് എന്ന് മാത്രം മതി. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ബുക്കാണ്, അല്ല വാറാണ് ഈ പറയുന്ന ഇസ്രയേൽ വാർ ഡയറി എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൽ മെയിനായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ആരാണ് ഓതർ? ആരാണ്? വിശാൽ പാണ്ഡെ. ആരാണ് ഈ ബുക്ക് അൺവീൽ ചെയ്തത്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള അനുരാഗ് സിംഗ് താക്കൂറാണ്. ഓക്കെ, ഹിന്ദിയിൽ ആണ് ഈ പറയുന്ന ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, അവിടുത്തെ പാലസ്തീൻ്റെ കഥകളും അങ്ങനത്തെ കഥകൾ അവരനുഭവിച്ച യാതനകളും ഒക്കെയാണ് ഈ പറയുന്ന ബുക്കിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇസ്രയേൽ വാർ ഡയറി എന്നുള്ള ബുക്കിൻ്റെ കവർ പേജ്. ഓക്കെ, പേര് മറക്കരുത്, വിശാൽ പാണ്ഡെയാണ് ബുക്ക് എഴുതിയിട്ടുള്ള. റൈറ്റർ വിശാൽ പാണ്ഡെയാണ്, പക്ഷെ ലോഞ്ച് ചെയ്തത് അനുരാഗ് സിംഗ് താക്കൂറാണ്. ഓക്കെ, അടുത്തത് ഒരു ബാങ്കിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. നിങ്ങൾ ആദിത്യ ബിർള ഫിനാൻസ് അല്ലെങ്കിൽ ആദിത്യ ബിർള ക്യാപിറ്റൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ആദിത്യ ബിർള ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഓക്കെ, അത് ഒരു ആദിത്യ ബിർള ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു അതുമായിട്ട് മെർജ് ചെയ്യുവാണ്. അമാൽഗമേറ്റ് എന്ന് പറഞ്ഞാൽ മെർജിങ് ആണ്. അപ്പോൾ ആ അമാൽഗമേറ്റഡ് എന്ന് പറഞ്ഞാൽ മെർജിങ് എന്നാണ്. ഓക്കെ, അപ്പോൾ ആദിത്യ ബിർള ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, ഒരു NBFC ആണ്. അതിലോട്ട് ഇനി ഇവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള ആദിത്യ ബിർള ഫിനാൻസ് കൂടെ ജോയിൻ ചെയ്യും. ഓക്കെ, ഇനി ആദിത്യ ബിർള ഫിനാൻസ് ഇല്ല, ഇതെന്തായിരിക്കും? ആദിത്യ ബിർള ക്യാപിറ്റൽ എന്നുള്ള ഒരൊറ്റ ഓർഗനൈസേഷനിലായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു അമാൽഗമേഷൻ്റെ ന്യൂസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നോക്കിയേ, ആദിത്യ ബിർള ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരൊറ്റ ഓർഗനൈസേഷനിലോട്ടാണ് ഇനിയിപ്പം ആദിത്യ ബിർള ഫിനാൻസ് കൂടെ മെർജ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. നിങ്ങൾ പാരാ ഒളിമ്പിക്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അതിൽ നിങ്ങളത് പാരാ ഒളിമ്പിക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് ദേവേന്ദ്ര ജജാരിയ. ഓക്കെ, അദ്ദേഹം ഒരു ജാവലിൻ ത്രോ അത്ലറ്റാണ്. ഓക്കെ, ജാവലിൻ ത്രോ സ്പോർട്സ്മാൻ ആണ്. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് ഗോൾഡ് മെഡലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ന്യൂസിനകത്ത് എന്താ വന്നേക്കുന്നത് നോക്കാം. ഈ പാരാ ഒളിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ, ഒളിമ്പിക്സിൻ്റെ കമ്മിറ്റി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പാരാ ഒളിമ്പിക്സുകാർക്കും ഒരു കമ്മിറ്റി ഉണ്ട്. ഓക്കെ, PCI എന്ന് പറയും. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ റീസണായിട്ട് എലക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ദേവേന്ദ്ര ജജാരിയാണ്. ഓക്കെ, നേരത്തെ ദീപ മാലിക് ആയിരുന്നു പാരാ ഒളിമ്പിക് അല്ലെങ്കിൽ അഥവാ PCIയുടെ പ്രസിഡന്റ്. ഇപ്പം ദീപ മാലിക് മാറിയിട്ട് പുതുതായിട്ട് ആരാണ് വന്നേക്കുന്നത്? ദേവേന്ദ്ര ജജാരിയാണ്. ഓക്കെ, ഇനി ദേവേന്ദ്ര ജജാരിയ ജനുവരി 31 വരെ മാത്രമായിരുന്നു ദീപ മാലിക്കിൻ്റെ ആ ഒരു ടേം. അതിനുശേഷം ഇപ്പോൾ എലക്ഷൻ വന്നിട്ട് അല്ലെങ്കിൽ ഇത് എലക്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? എലക്ട് ചെയ്ത് ആ പോസ്റ്റിലേക്ക് വന്നത് ദേവേന്ദ്ര ജജാരിയാണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ നോക്കാം. ഇദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇദ്ദേഹം പാരാ ഒളിമ്പിക്സിൽ 2 ഗോൾഡ് മെഡലും 1 സിൽവർ മെഡലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ പാരാ ഒളിമ്പിക്സ് ആണ് ഗോൾഡ് മെഡൽ എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ഗ്രീസിൽ വെച്ച് നടന്ന 2004 ഗ്രീസിലെ ഏതൻസിൽ വെച്ച് നടന്ന 2004 നടന്നിട്ടുള്ള പാരാ ഒളിമ്പിക്സിലും അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ബ്രസീലിലെ ജനേരിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് റിയോ ഡി ജനേറിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2016 നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 കോമ്പറ്റീഷനിൽ ഈ 2 പാരാ ഒളിമ്പിക്സിലായിരുന്നു അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ടോക്കിയോ ഒളിമ്പിക്സ് ഉണ്ടല്ലോ, ജപ്പാനിലെ ടോക്കിയോ 2020 നടന്നിട്ടുണ്ടായിരുന്ന പാരാ ഒളിമ്പിക്സിലാണ് അദ്ദേഹത്തിന് സിൽവർ മെഡലും കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സിനകത്ത് വന്ന എന്തായിരുന്നു? പാരാ ഒളിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് ദേവേന്ദ്ര ജജാരിയ വന്നു അല്ലെങ്കിൽ എലക്റ്റഡ് ആയി എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ എക്സാമിന് അവരെന്തായിരിക്കും ചോദിക്കുന്നത്? ദേവേന്ദ്ര ജജാരിയയ്ക്ക് ജപ്പാനിലെ 2020 ടോക്കിയോ പാരാ ഒളിമ്പിക്സിൽ ഏത് മെഡലാണ് കിട്ടിയത്, അല്ലെങ്കിൽ എത്ര മെഡൽ മൊത്തത്തിൽ പാരാ ഒളിമ്പിക്സിൽ കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്.
ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. 2004 ഏതൻസ് വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന പാരാഒളിമ്പിക്സിലും അതുപോലെ 2016 റിയോ ഡി ജനാരിയോയിൽ നടന്നിട്ടുണ്ടായിരുന്ന പാരാഒളിമ്പിക്സിലും അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് സിൽവർ മെഡലിനെ പറ്റി പറയുവാണെങ്കിൽ 2020 ടോക്കിയോ പാരാഒളിമ്പിക്സിലാണ് അദ്ദേഹത്തിന് സിൽവർ മെഡൽ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് മെഡലാണ്. ഇനി എന്തൊക്കെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. 2017 അദ്ദേഹത്തിന് ഖേൽ രത്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. വർഷം ഓർത്തിരിക്കുക, 2017 ഖേൽ രത്ന പുരസ്കാരം കിട്ടിയത്. അർജുന അവാർഡ് കിട്ടിയത് 2004. ഓക്കെ, ഇനി പത്മശ്രീ കിട്ടിയത് 2012. പത്മഭൂഷൺ 2022. അപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്തേ. ആദ്യം 2004 അർജുന അവാർഡ് കിട്ടി. അതിനുശേഷം 2012 അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടി. പിന്നീട് 2017 ഖേൽ രത്ന അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2022 പത്മഭൂഷണും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വർഷം മറക്കരുത്. 2004 അർജുന അവാർഡ്, 2017 ഖേൽ രത്ന, 2012 പത്മശ്രീ, 2022 പത്മഭൂഷൺ. ഓക്കെ, ഇനി ഈ പറയുന്ന പത്മഭൂഷൺ കിട്ടിയിട്ടുള്ള ഒരേ ഒരു പാരാ അത്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ദേവേന്ദ്ര ജജാരിയാണ്. ക്ലിയർ ആണോ? അദ്ദേഹം ആരാണിപ്പം? പാരാ ഒളിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിന് ഗോൾഡ് മെഡലും സിൽവർ മെഡലും കിട്ടിയിട്ടുള്ള പാരാ ഒളിമ്പിക്സ് കോമ്പറ്റീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കരസ്ഥമാക്കിയിട്ടുള്ള അവാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പത്മഭൂഷൺ കിട്ടിയ 2022 പത്മഭൂഷൺ കരസ്ഥമാക്കിയിട്ടുള്ള ഒരേ ഒരു പാരാ അത്ലറ്റും ദേവേന്ദ്ര ജജാരിയാണ്. ഓക്കെ, ഇനി അടുത്തത് ഓസ്കാർ എന്ന് പറയുന്നത്. ഓസ്കാറിൻ്റെ മറ്റൊരു പേരാണ് അക്കാഡമി അവാർഡ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ വർഷം 96th എഡിഷനാണ്. ഓസ്കാറിൻ്റെ 96th എഡിഷനാണ് കഴിഞ്ഞത്. ഓക്കെ, ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ, കുറേ അവാർഡ് സെറമണീസ് നടന്നിട്ടുണ്ടായിരുന്നു. കുറേ ഫിലിമിന് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, US കാലിഫോർണിയയിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ഓസ്കാർ അവാർഡ് അല്ല ഒരു സെറിമണി നടന്നിട്ടുണ്ടായിരുന്നു. ഒരു അവാർഡ് ഫംഗ്ഷൻ നടന്നത് US കാലിഫോർണിയയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഈ പറയുന്ന എഡിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 96th എഡിഷനാണ് നടന്നിട്ടുണ്ട്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്തത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് നോക്കാം. ഓപ്പൺ ഹെയ്മർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓപ്പൺ ഹെയ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിന് 7 ഓസ്കാർ അവാർഡുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ എന്നിങ്ങനെയുള്ള 7 കാറ്റഗറിയിലാണ്. ബെസ്റ്റ് പിക്ചർ ഉൾപ്പെടുന്ന 7 കാറ്റഗറീസിനാണ് ഓപ്പൺ ഹെയ്മറിന് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഓപ്പൺ ഹെയ്മറിൻ്റെ ഡയറക്ടർ എല്ലാവർക്കും അറിയാലോ, ക്രിസ്റ്റഫർ നോലൻ ആണ്. ഓക്കെ, ബെസ്റ്റ് ഡയറക്ടർ ക്രിസ്റ്റഫർ നോലൻ. ഇനി ബെസ്റ്റ് ആക്ടർ സിലിയൻ മർഫി, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ റോബർട്ട് ഡോണി ജൂനിയർ. ഓക്കെ, ഇത്രയുമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. ഞാൻ വെറുതെ എല്ലാം പേരാണ്, ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഷോർട്ട് കട്ടൊന്നും ഇല്ലല്ലോ, പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല. നിങ്ങളത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഈ പ്രാവശ്യത്തെ ബെസ്റ്റ് പിക്ചർ ഒക്കെയുള്ള കിട്ടിയേക്കുന്നത് ഓപ്പൺ ഹേമറിനാണ്. ഓക്കെ, ഇനി അടുത്തത് പുവർ തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിന് 4 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ ഹേമറിന് എത്രയാണ്? 7 അവാർഡും പുവർ തിങ്സിന് 4 അവാർഡുമാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ബെസ്റ്റ് ആക്ട്രസ്, പ്രൊഡക്ഷൻ ഡിസൈൻ, മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ്, കോസ്റ്റ്യൂം ഡിസൈൻ ഈ കാറ്റഗറിയിലാണ് പുവർ തിങ്സിന് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്നത് എമ്മ സ്റ്റോൺ ആണ്. ഇതാണ് എമ്മ സ്റ്റോൺ. ഓക്കെ, അവരുടെ ഫിലിമായിട്ടുള്ള പുവർ തിങ്സ് ആണ്. ഇതാണ് പുവർ തിങ്സ് എന്ന് പറഞ്ഞ ഫിലിമിലെ എമ്മ സ്റ്റോൺ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫിലിം. ആ ഫിലിമിന് 2 ഓസ്കാർ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് സൗണ്ടും അതുപോലെ തന്നെ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്നുള്ള കാറ്റഗറിയിൽ ദ സോൺ ഓഫ് ഇൻട്രസ്റ്റിന് ഓസ്കാർ കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ പറയുന്ന സോൺ ഓഫ് ഇൻട്രസ്റ്റ് ഒരു UK ബേസ് ചെയ്തിട്ടുള്ള ഫിലിമാണ്. ഓക്കെ, അങ്ങനെ ആദ്യമായിട്ടാണ് UK ഒരു ഫിലിമിന് ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്നുള്ള ഒരു അവാർഡ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന സോൺ ഓഫ് ഇൻട്രസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അത്ര പ്രാധാന്യം ഇല്ലയെന്ന് വിചാരിച്ച് പോകത്തുള്ളൂ. പക്ഷെങ്കിൽ ആദ്യമായിട്ടാണ് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഒരു ഫിലിമിന് ഈ പറയുന്ന ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം അവാർഡ് കിട്ടുന്നത്. അത് സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഓസ്കാറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തത് മിനിസ്ട്രി ഓഫ് വിമൻ ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. അതിൻ്റെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള സ്മൃതി ഇറാനിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നാഷണൽ കരിക്കുലം ഫോർ ECCE. ഓക്കെ, നമ്മുടെ ECC എന്ന് പറഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ് ECCയുടെ ഫുൾ ഫോം വന്നത്. ഓക്കെ, നാഷണൽ കരിക്കുലം ഫോർ ECC ആണ് ഒരു ഇനിഷ്യേറ്റീവ്. മറ്റേത് നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റിമുലേഷൻ. ചുരുക്കി പറയുവാണെങ്കിൽ
ഇപ്പം കുട്ടികളുടെയൊക്കെ പാഠ്യപദ്ധതിയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതായത് കുട്ടികൾ കൂടെ ഇൻട്രസ്റ്റ് വരുന്ന രീതിയിലാണ് അവരുടെ സിലബസും കാര്യങ്ങളും ഒക്കെ മാറ്റുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നാഷണൽ കരിക്കുലം ഫോർ ECCയും അതുപോലെ നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റിമുലേഷനും. ഓക്കെ, ഈ പറയുന്ന ഇനിഷ്യേറ്റീവ് 3 തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അതേസമയം നാഷണൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഇപ്പം ജനിച്ചു വീണ കുട്ടികൾ തൊട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 0 to 3 years ആണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതായത് അവരുടെ ഗ്രോത്തും അതുപോലെ തന്നെ അവരുടെ ബ്രെയിൻ ഗ്രോത്തും കൂടെ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലായിരിക്കും അവരുടെ കരിക്കുലം വരുന്നത്. പിന്നീട് എന്താ, അവർക്ക് പറയുന്ന ന്യൂട്രീഷണൽ ഇമ്പ്രൂവ്മെൻറ്റും ഓക്കെ അവരുടെ ഫിസിക്കൽ എഡ്യൂക്കേഷനും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഫ്രെയിം വർക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ECC ഇതിനകത്ത് മെയിൻ ചെറിയ പോയിൻ്റാണ്, ഇതിൻ്റെ എയിമാണ് പറഞ്ഞേക്കുന്നത്. എന്താ, ECCയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ അംഗൻവാടി സെൻറ്റേഴ്സിൻ്റെയൊക്കെ അവരുടെ ലെസൺ പ്ലാൻസും ആക്ടിവിറ്റീസും ഒക്കെ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നാഷണൽ കരിക്കുലം വന്നിട്ടുള്ളത്. ഇനി ജോയ് ബേസ്ഡ് ലേണിംഗ് പ്രിപ്പയർസ്, അതായത് കുട്ടികൾക്ക് ഓരോരോ ഫൺ രീതിയിലൊക്കെ അവരുടെ ലേണിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പാഠ്യപദ്ധതി കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? ഒന്ന്, മിനിസ്ട്രി ഓഫ് വുമൻ ചൈൽഡ് ഡെവലപ്മെൻറ്റിന് വന്നിട്ടുള്ള അതിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ള പുതിയ 2 ഇനിഷ്യേറ്റീവ്സ് ആയിരുന്നു, നാഷണൽ കരിക്കുലം ഫോർ ECCയും പിന്നെ നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റിമുലേഷനും. അതിന് മുന്നേ നമ്മൾ ഓസ്കാർ അവാർഡ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 96th അക്കാഡമി അവാർഡ് അഥവാ 96th ഓസ്കാറാണ് 2024 നടന്നത്. ബെസ്റ്റ് പിക്ചർ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് ഓപ്പൻ ഹെയ്മറാണ്. ഓപ്പൻ ഹെയ്മറിന് 7 കാറ്റഗറിയിലാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തത് പുവർ തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിന് 4 അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് ആക്ടർ വന്നിട്ട് ഓപ്പൻ ഹെയ്മറിനാണ്. അതേസമയം ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് പുവർ തിങ്സിൻ്റെ നായികയ്ക്കാണ്, എമ്മ സ്റ്റോണിനാണ്. ഓക്കെ, ഇനി അതിന് മുന്നേ നമ്മൾ പാരാഒളിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ദേവേന്ദ്ര ജജാരി ആയിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന അവാർഡുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മെഡലിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് നമ്മളൊരു അമാൽഗമേഷനെ പറ്റിയിട്ട് നോക്കിയായിരുന്നു. ആദിത്യ ബിർള ഫിനാൻസും ആദിത്യ ബിർള ക്യാപിറ്റലിലോട്ട് മെർജ് ചെയ്യുന്ന കാര്യമായിരുന്നു നമ്മൾ കണ്ടത്. അതിന് മുന്നേ നമ്മൾ ഒരു ബുക്കിനെ പറ്റി പറഞ്ഞായിരുന്നു, ഇസ്രായേൽ വാർ ഡയറി. എന്തായിരുന്നു? ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വാറിനെ പറ്റിയിട്ടായിരുന്നു. അതൊക്കെയാണ് മെയിൻലി ആ ബുക്കിനകത്ത് പ്രതിപാദിക്കുന്നത്. അതിൻ്റെ ഓതർ വന്നിട്ട് വിശാൽ പാണ്ഡെ ആയിരുന്നു. അൺവീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇത് ലോഞ്ച് ചെയ്തത് അനുരാഗ് സിംഗ് ഠാക്കൂറാണ്. ഓക്കെ, തെലങ്കാനയുടെ ന്യൂസ്, ഒരു ഹൗസിംഗ് സ്കീം വന്നിട്ടുണ്ടായിരുന്നു. ഇന്ദിരാമ ഇന്ദുലു ഹൗസിംഗ് സ്കീം എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൻ്റെ CM അങ്ങനത്തെ ഗവർണർ, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് നമ്മൾ മഹാരാഷ്ട്രയുടെ കാര്യം നോക്കിയായിരുന്നു. മഹാരാഷ്ട്രയിലെ 8 റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. മുംബൈ സെൻട്രൽ സ്റ്റേഷൻ ഉൾപ്പെടെ ഉള്ള 8 റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. നാനാ ജഗന്നാഥ് ശങ്കർഷേദ് സ്റ്റേഷനാണ് ഇനി തൊട്ട് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഡിസ്ട്രിക്റ്റ് ആയിരുന്നു അഹമ്മദ് നഗർ, അതിൻ്റെ പേര് അഹല്യ നഗർ എന്നാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ജമ്മു ആൻഡ് കാശ്മീരിലെ 2.5 ഏക്കർ ലാൻഡ് പർച്ചേസ് ചെയ്യാനുള്ളതിൻ്റെ അപ്രൂവൽ ഈ പറയുന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേറ്റ് മഹാരാഷ്ട്രയായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ നമ്മൾ ഉന്നതി എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഉന്നതി ഫുൾ ഫോം ഉത്തർ പൂർവ്വ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്കീം. അപ്പോൾ ആ പേരിനകത്ത് തന്നെ മനസ്സിലാവും, ഉത്തർ പൂർവ്വം എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്കീം വന്നിട്ടുള്ളത്. 8 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെയാണ് ബേസിക്കായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ലോഞ്ച് ചെയ്തതും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആയിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ സേല ടണലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകത്തിലേക്ക് ഇതുവരേക്കുള്ള ഏറ്റവും വലിയ ബൈലൈൻ ടണലാണ് നമ്മുടെ ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന സേല ടണൽ. അതിൻ്റെ ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇനോഗ്രേറ്റ് ചെയ്തത് ആരാണ്, ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തത് എന്നാണ്, ആരാണ്, പിന്നെ ഇതിൻ്റെ എത്ര ഹൈറ്റിലാണ്, ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്, പിന്നീട് എന്തായിരുന്നു ഇതിൻ്റെ 2 ബൈലൈൻ ടണൽ എന്ന് പറഞ്ഞു. ഓരോ ടണലിൻ്റെ ലെങ്ത് എത്രയായിരുന്നു, ഏത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്, എന്നിങ്ങനെയുള്ള എല്ലാ
കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ അരുണാചൽ പ്രദേശിലെ ഏത് ലൊക്കേഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് ലജിത് ബോർഫുഖാൻ ആരായിരുന്നു? അദ്ദേഹം അഹോം കിങ്ഡത്തിലുണ്ടായിരുന്ന ഒരു ലെജൻഡറി ആർമി കമാൻഡർ ആയിരുന്നു. അദ്ദേഹത്തിനോടുള്ള ആദരവ് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ആസാമിൽ ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാച്യു ഓഫ് വാലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ സ്റ്റാച്യു വരുന്നുണ്ടായിരുന്നു. ലജിത് ബോർഫുഖാൻ്റെ സ്റ്റാച്യു ആണ്. അതിൻ്റെ ഹൈറ്റ് എത്രയായിരുന്നു? അതിൻ്റെ ബേസ്മെൻറ്റ് ഹൈറ്റ് എത്ര, പെഡസ്റ്റൽ ഹൈറ്റ് എത്ര, സ്റ്റാച്യു ഹൈറ്റ് എത്ര എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തത്, എന്നായിരുന്നു, ആരാണ് ഇപ്പോൾ ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്, ഓക്കെ, എന്നിങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് കണ്ടന്റിനകത്ത് പഠിക്കാനുള്ള. പിന്നീട് ഓസ്കാറിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. കാരണം അത് നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. ഓസ്കാർ ബേസ് ചെയ്തിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കും ഇനി വരാനുള്ള എക്സാംസിൽ. പിന്നീട് നമുക്ക് എന്താ പറയുക, കുറച്ച് ബാങ്ക് റേറ്റുകളൊക്കെ ഉണ്ട്. അത് ഇപ്പം ഡെയിലി ഇപ്പം ചിലപ്പോൾ 3-4 ദിവസം കൂടുമ്പോഴായിരിക്കും ഒരു റേറ്റിനെ പറ്റിയിട്ട് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇടവിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് റേറ്റ് നോക്കിയിട്ട് കാര്യമില്ല. ഒരു മന്ത് എൻഡ് ആകുമ്പം എന്തൊക്കെ റേറ്റുകളാണ്, എന്തൊക്കെ സ്മോൾ സേവിങ് സ്കീംസിൻ്റെ റേറ്റുകളാണ് മാറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ മാറ്റാത്തത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടെ ചേർത്ത് പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് എല്ലാം കൂടെ ചേർത്ത് പഠിക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, അത് മാത്രമല്ല ഈ പറയുന്ന റേറ്റുകളൊക്കെ ബാങ്ക് എക്സാമിന് മാത്രമേ ചോദിക്കത്തുള്ളൂ, SSCക്കും റെയിൽവേക്കും ചോദിക്കത്തുമില്ല. പക്ഷെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനെയും ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനകത്ത് വെറുതെ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ സ്പെഷ്യൽ വീഡിയോസ് എന്തായാലും ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫെയർ സെഷൻ. അത് ഡിസ്കസ് ചെയ്യാൻ നോട്ടെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വൃത്തിയായിട്ട് എല്ലാവരും പഠിക്കുക. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഓരോ പോയിന്റും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഇതിനപ്പുറത്തേക്കൊന്നും ഒരു എക്സാംസിനും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.